പിതാവേ ആത്മനാഥൻ പാവനാത്മാവേ വന്നിടണേ. പരിശുദ്ധ ത്രിത്വമേ നിറഞ്ഞിടണേ. പരിശുദ്ധ സ്നേഹത്താൽ പൊതിഞ്ഞിടണേ. ആബാ പിതാവേ ആത്മനാഥൻ പാവനാത്മാവേ വന്നിടണേ. പരിശുദ്ധ ത്രിത്വമേ നിറഞ്ഞിടണേ. പരിശുദ്ധ സ്നേഹത്താൽ പൊതിഞ്ഞിടണേ. ആബാ പിതാവേ ആത്മനാഥൻ പാവനാത്മാവേ വന്നിടണേ. ഈശോദൻ രക്തത്തിനഭിഷേകത്താൽ എൻ്റെ രോഗങ്ങൾ പാപങ്ങൾ മാറ്റിയിടണേ. ഈശോദൻ രക്തത്തിനധികാരത്താൽ എൻ്റെ രോഗങ്ങൾ പാപങ്ങൾ മാറ്റിയിടണേ. ഈശോദൻ രക്തത്തിനഭിഷേകത്താൽ എന്നെ വരദാന ഫലങ്ങൾ നിറച്ചിടണേ. ഈശോദൻ രക്തത്തിനഭിഷേകത്താൽ എന്നെ വരദാന ഫലങ്ങൾ നിറച്ചിടണേ. ആബാ പിതാവേ ആത്മനാഥൻ പാവനാത്മാവേ വന്നിടണേ. പരിശുദ്ധ ത്രിത്വമേ നിറഞ്ഞിടണേ. പരിശുദ്ധ സ്നേഹത്താൽ പൊതിഞ്ഞിടണേ. ആബാ പിതാവേ ആത്മനാഥൻ പാവനാത്മാവേ വന്നിടണേ. പാവനാത്മാവേ വന്നിടണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കൂടെയായിരിക്കുന്ന നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ സ്വർഗം തുറക്കപ്പെട്ട നിമിഷം. ഭൂമിയിലേക്ക് നവവൃന്ദ മാലാഖമാർ ഇതാ അവരുടെ രാജാവിനെ സ്തുതികൾ ആലപിക്കുവാൻ, അവരുടെ ദൈവത്തെ വണങ്ങുവാൻ ഇതാ വന്നണഞ്ഞിരിക്കുന്നു. ഇതാ ഈശോയ്ക്ക് മുൻപേ മാലാഖമാരുടെ കൂടെ, വിശുദ്ധരുടെ കൂടെ, പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതാ ഞങ്ങളും പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരികയാണ്. ഈശോയെ, അങ്ങയൊന്ന് ആരാധിക്കുവാൻ, അങ്ങയൊന്ന് കാണുവാൻ, അങ്ങയൊന്ന് അനുഭവിക്കുവാൻ, ആ അനുഭവം ഞങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ ദാഹിച്ച് ഇതാ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഈശോയെ, നീ ചോദിക്കുന്നില്ലേ, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഈ നിമിഷങ്ങളിലെ കഴിഞ്ഞ ദിവസം മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. ഈശോയെ, ഞങ്ങൾ ആരാധിക്കുവാനായിട്ട് അങ്ങയുടെ പക്കൽ വരുമ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥനയല്ലേ നന്ദിയുടെ പ്രാർത്ഥന? അത് മാലാഖമാരുടെ പ്രാർത്ഥനയാണ്, അത് വിശുദ്ധരുടെ പ്രാർത്ഥനയാണ്. ഈശോയെ, ഈ വിശുദ്ധരോട് ചേർന്ന്, മാലാഖ വൃന്ദത്തോട് ചേർന്ന് ദൈവമേ, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ ആരാധിക്കുകയാണ്.
ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനേകം കൃപകളുണ്ട്. ഈ ആരാധനയുടെ ആദ്യ നിമിഷങ്ങളിൽ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ആരാധിക്കുകയാണ്. ഈശോയെ, വലിയ സൗഖ്യത്തിനായിട്ട്, വലിയ 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 അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ഈശോയെ ഞങ്ങൾ അങ്ങേ ഒന്ന് സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന ആരാധന തടസ്സങ്ങൾ നീങ്ങി പോകട്ടെ. ഈശോയെ, ഈ തിരുമണിക്കൂറിനെ അഭിഷേകത്തിന് ആക്കണമേ. ഈശോ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളിൽ നിറയട്ടെ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവാച്യമായ നെടുവീർപ്പുകൾ ഞങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അങ്ങയുടെ ആത്മാവിനെ അയച്ചുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. ഈശോയെ, ഞങ്ങൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടാം. ദൈവഗണത്തോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, മാലാഖവൃന്ദത്തോട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഒറ്റ വിളേശുവേ, കരങ്ങളും ഉയർത്തി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നമുക്കിന്നത്തെ കരുണയുടെ ജപമാലയിലേക്ക് പ്രവേശിക്കാം. ചേർന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ ഭക്തിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ ഭക്തിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും ഞങ്ങൾ സന്തോഷത്തോടു കൂടെ ഞങ്ങളുടെ രാജാവിനെ, ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങളിതാ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ ആരാധന. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, വിശിഷ്ടങ്ങളും ഫലദായകങ്ങളുമായ അനേകം പ്രാർത്ഥനകളുടെ സമാഹാരമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ രക്തചുരുപ്പവുമാണ് ജപമാല എന്ന്. അതെ, അനേകം പ്രാർത്ഥനകളുടെ ഒരു സമാഹാരം, ക്രൈസ്തവ ജീവിതത്തിൻ്റെ രക്തചുരുക്കം. ഈ മാസം ജപമാല മാസമായിട്ട്, പരിശുദ്ധമ്മയെ പ്രത്യേകമായി വണങ്ങുന്ന മാസമായിട്ട് നമ്മൾ ആചരിക്കുകയല്ലേ. വിശുദ്ധ മാതൃ പിതാവ് പറയുന്നുണ്ട്, നാരകീയ ശക്തികൾക്കെതിരായി പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്ന
ദിവ്യമായ ജപമാല ഏറ്റവും നല്ല പടച്ചട്ടയാണ് എന്ന് നമുക്ക് നമ്മുടെ കൈകളിലുള്ള ആ വലിയ ശക്തിയേറിയ ജപമാല നമുക്കെടുക്കാം. ഇന്നേ ദിവസം കർദിനാൾ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുകയാണ്. അദ്ദേഹം ക്രിസ്തുവിനെ പാവപ്പെട്ടവർക്കും രോഗികൾക്കും തടവറയിൽ കഴിയുന്നവർക്കുമൊക്കെ നൽകി പ്രാർത്ഥിച്ച ഒരു കർദിനാൾ പിതാവ്. നമുക്കും ഇതുപോലെ പാവപ്പെട്ടവരെ, രോഗികളെ, തടവറയിൽ കഴിയുന്നവരെ ഈ ജപമാലയിലൂടെ പരിശുദ്ധ അമ്മ വഴി ക്രിസ്തുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ മരണം വഴിയായി ആത്മാക്കൾക്കായുള്ള ജീവൻ കുത്തിയൊഴുക്കി ലോകം മുഴുവനും വേണ്ടി കരുണയുടെ കടലും തുറന്നു തന്നു. ഓ ജീവൻ്റെ ഉറവിടമേ, അളവില്ലാത്ത ദൈവകരുണയെ, ലോകം മുഴുവനെയും ഞങ്ങളെയും പൊതിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, സഭ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് കരുണയുടെ 14 പ്രവൃത്തികൾ. അതിലെ ശാരീരികമായതുകൊണ്ട് ജപമാല ചൊല്ലുവാനായിട്ട് ആഗ്രഹിച്ച് ഇതാ അങ്ങയുടെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നു. ഈ മണിക്കൂറിനെ തിരുമണിക്കൂറാക്കുവാൻ ഈശോയെ അങ്ങ് ഞങ്ങളുടെ മേൽ കനിയണമേ എന്ന് യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു, പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കരുണയുടെ 1-ാം ദിവ്യരഹസ്യം. കർത്താവേ, അങ്ങ് പറയുന്നുണ്ടല്ലോ, നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. കർത്താവായ ദൈവം, ഞങ്ങൾ പലപ്പോഴും പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, വേദനയുടെയൊക്കെ പിടിയിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. ഈ ദിവ്യരഹസ്യത്തിൽ പ്രത്യേകിച്ച് പാപാന്ധകാരത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങ് ഈ തിരുമണിക്കൂറിൽ എല്ലാ പാപികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായെ പഠിപ്പിച്ചുവല്ലോ. ആ വിശുദ്ധയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ പാപങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ കുറവുകളെ സമർപ്പിച്ചുകൊണ്ട്, പാപാന്ധകാരത്തിൽ കഴിയുന്ന, തഴക്കദോഷത്തിൽ കഴിയുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഏറെ പ്രത്യേകമായി ഇപ്പോൾ പ്രാർത്ഥനാ നിയോഗം അയച്ചു തന്നിരിക്കുന്ന ജേക്കബ് മറിയം, ബോസ്ന, വിൻസെന്റ്, സൂസി, സ്റ്റിലു, പ്രദീപ്, ലിനിയ, പോൾ, ലീല, മാർട്ടിൻ, സോണിയ, ബിച്ചു, അനിത, സെബാസ്റ്റ്യൻ, ആൽവിൻ, മിനു, ജോയ്സ്, എൽസി, ജോയൽ, റീച്ച, വിമൽ, ജെറോം, ഹെൽന,
സോണി, ദീപ, അലീസ്, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. അലക്സൻ, ജോഷുവ, ലിൻഡോ, ബിസ്മി, ആഗ്നസ്, മെറിൻ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ പാപത്തിന്റെ മേൽ കരുണയായിരിക്കണമേ, പാപികളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. രണ്ടാം രഹസ്യം. കർത്താവേ, ഈ ദിവ്യരഹസ്യത്തിൽ അങ്ങ് അരുളി ചെയ്യുന്നുണ്ടല്ലോ, ആരോഗ്യമാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞങ്ങളുടെ ജീവിതത്തിലെ മാനസികാത്മീയ ശാരീരിക തലത്തിലെ എല്ലാ രോഗങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങയുടെ മുൻപിൽ ഞങ്ങളൊരു നിയോഗം സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അങ്ങ് ഒരിക്കലും കാണാതെ പോകുന്നില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പാപിനിയായ സ്ത്രീയെ നീ സൗഖ്യപ്പെടുത്തി, കുഷ്ഠരോഗിയെ നീ സൗഖ്യപ്പെടുത്തി, അന്ധനെ സൗഖ്യപ്പെടുത്തി. ഈശോയെ, ഞങ്ങളും കേണപേക്ഷിക്കുകയാ, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന്. ഈശോയെ, നീ ചോദിക്കുന്നില്ലേ, വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ, ഞങ്ങളുടെ രോഗപീഠ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഈശോയെ സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചില്ലേ, ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങ് കുരിശുകൾ തരിക, അത് സഹിക്കുവാനുള്ള ശക്തിയും തരിക. കർത്താവായ ദൈവമേ, അങ്ങയുടെ സഹനത്തോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപ ഞങ്ങൾ യാചിക്കുകയാ. ഒരുപക്ഷെ നിരന്തരമായ തലവേദന വിട്ടുപോകുവാനായിട്ട് അനേക മക്കള് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആത്മീയമായ ഒരു മരവിപ്പ് വിട്ടുപോകുവാനായിട്ട്, ഒരു സൗഖ്യം ലഭിക്കുവാനായിട്ട് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് മാറി ജീവിക്കുന്ന അവസ്ഥ, ആ രീതിയിലൊക്കെ സൗഖ്യം ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ഡെയ്സിയും കുടുംബവും, രാജകുമാരി, ദിവ്യ, ഡോണ, സാവിയോ, ജോർജ്, സിസ്റ്റർ സ്ലാമി, പ്രിയ, വീസൻ, ജോസ്, ജെയ്നി, ജ്യോതിയും കുടുംബവും, രമ്യ, ജോയൽ, ജെറി, മാർഷൽ, ജോയ്, സെൽമ, സ്റ്റീഫൻ, തങ്കമ്മ, ജോസഫ്, ബിജു, ദീപ, നിഖിൽ, റോസ്ലി, ജോർജ്, ജോയൽ, സിന്ധു, അനു എന്നിവ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ രോഗത്തിന് വലിയ
ആശ്വാസം നൽകിക്കൊണ്ട്, ഈശോയെ ഞങ്ങൾക്ക് സൗഖ്യം നൽകിക്കൊണ്ട്, ഈശോയെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാ. ഇതാ അനേക മക്കള് ആ ദുരാലയത്തിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കിടന്ന കിടപ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാ. ഈശോയെ അങ്ങയുടെ മുഖമൊന്ന് ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ ഈശോയെ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. രോഗിയാണു ഞാൻ. പഠിക്കേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. രോഗിയാണ്, രോഗിയാണു ഞാൻ നാഥ, സൗഖ്യമേകണേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. മൂന്നാം രഹസ്യം. ഈശോയെ, ഈ ദിവ്യരഹസ്യത്തില് ദൈവവിളിക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 3-ാം തിരുവചനം. കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഈശോയെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഈശോയെ, അങ്ങയുടെ വിളഭൂമിയിലേക്ക് വേലക്കാരായി എളിമയോടുകൂടെ യുവതി യുവാക്കൾ കടന്നു വരുവാനായിട്ട് ഈ ദിവ്യരഹസ്യത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ, ഇന്നത്തെ സുവിശേഷത്തിൽ 72 പേരെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് അങ്ങ് അയച്ചുവല്ലോ. ഈശോയെ, ഈ ദൈവവിളിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. ഈശോയെ, ഈ ദിവ്യരഹസ്യത്തിൽ ഞങ്ങൾ ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദൈവവിളിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ ദിവ്യരഹസ്യത്തിൽ വിളിച്ചവൻ വിശ്വസ്തനായിരിക്കുന്നത് പോലെ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വിവേകത്തോടെ ജീവിക്കുവാൻ ദൈവവിളി സ്വീകരിച്ച എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, അനുവദിക്കണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ ദിവ്യരഹസ്യത്തിലെ ഓൺലൈനിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന അലീന, അലൻ, അനീത, അലീസ്, റോസ്മേരി, സിസ്റ്റർ സ്റ്റെനി, റോഷൻ, സിന്ധു, ആൻസി, ഡെൽഫി,
ഡോളി, സ്പർശിക്കണമേ. സീന, ജിസ്ന, മിൽക്ക, സജി, ജ്യോതിഷ്, സ്പർശിക്കണമേ. സാജു, കരുണയായിരിക്കണമേ. എൽദോസ്, കരുണയായിരിക്കണമേ. മേരി, ഈശോയെ, ബേബി, ഈശോയെ, ലിസി, സുചി, കരുണവർഷിക്കണമേ. ശ്രീജിത്ത്, ഈശോയെ, ഈശോയെ, സ്പർശിക്കണമേ. ഫ്രെഡി, ബിന്ദ്ര, സിബി, റോസ്മി, ബ്രിജിൽ, ബ്രിജേഷ്, ബ്രിജിത്ത്, ഗ്രേസ്, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, വിശ്വസ്തയോട് വിവേകത്തോടും കൂടെ ജീവിക്കുവാൻ, വിശുദ്ധിയിലായിരിക്കുവാൻ ദൈവവിളി സ്വീകരിച്ച എല്ലാ മക്കളെയും, ദൈവവിളിക്കായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗത്തിന് അഭിമുഖമായി ജീവിക്കാൻ, സ്വർഗീയ അവകാശം നേടിയെടുക്കുവാൻ ഈ മക്കളെ ഈ നിമിഷം ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയെ അള്ളിപ്പിടിച്ച് ജീവിക്കുവാൻ പരിശുദ്ധമേ മാതാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നാലാം ദിവ്യരഹസ്യം. ഈശോയെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നുണ്ടല്ലോ, മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും. കർത്താവായ ദൈവമേ, വിവാഹപ്രായമായിട്ടും വിവാഹം കഴിയാതിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ മക്കളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ ഈശോയെ, അവരുടെ ജീവിതത്തെ അങ്ങ് കൈപിടിച്ചുയർത്തുമെന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ആ മക്കൾക്ക് അവർക്ക് പറ്റിയ ഇണയെ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പറയുന്നുണ്ടല്ലോ, അങ്ങ് ഈ ലോകത്തിലെ മക്കളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ടല്ലോ, ഞാൻ ഇവർക്ക് സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. കർത്താവായ ദൈവമേ, മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഓരോ ദമ്പതിമാരെയും സന്താന ഭാഗ്യം നൽകിക്കൊണ്ട് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം ഈ ദിവ്യരഹസ്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജീവിതം അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനുള്ളതെന്നുള്ള ബോധ്യത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ ഈ മക്കളെ അങ്ങ് നയിക്കണമേ, നയിക്കണമേ. ഈശോയെ, ഈ മക്കൾക്ക് പ്രത്യാശ നൽകണമേ. വിവാഹപ്രായമായിട്ടും വിവാഹം കഴിയാതെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഈശോയെ അങ്ങ് പ്രത്യാശ നൽകണമേ, സ്നേഹം നൽകണമേ. അതോടൊപ്പം തന്നെ മക്കളില്ലാത്തവരെ മക്കളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ ദിവ്യരഹസ്യത്തിലെ ഓൺലൈനിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഫെലീറ്റ മരിയ സിൽവ, അനൻ, സൂസൻ, മരിയ, സാലി, സീന, എൽസി, മേരി, ജേക്കബ്, സന്തോഷ്, ജിക്സൺ, ജിസി, മോസസ്, പ്രിൻസി, ബ്ലിസൻ, നികിത, സൈമൺ, സുരേഷ്, അസന്യ, അനുപമ, സ്റ്റെല്ല, സുശീല, ശോഭനകുമാർ, ജിനി, നിതിൻ,
നീതു, പ്രവീൺ, ഫിലോമിന, ജോർജ് വർഗീസ്, നെൽസൺ, ഹാർവി, അജയ്, ജെയിംസ്, മാത്യു, ജിസ്, ഈവ, ജിൻസൺ, ഷീബ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ കരുണയായിരിക്കണമേ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ നിധി ഈ മക്കൾക്ക് അങ്ങ് നൽകണമേ, നൽകണമേ ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ, തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങളിൽ കനിയേണമേ. ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി. ഞങ്ങളിൽ കനിയേണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ നിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ നിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. അഞ്ചാം രഹസ്യം. കർത്താവേ, അങ്ങ് വചനത്തിലൂടെ അരുളി ചെയ്യുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമായ എൻ്റെ ജനമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവായ ദൈവമേ, കഷ്ടപ്പാടിൻ്റെ തീച്ചൂഴയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കടബാധിത മൂലം കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ. സ്വന്തമായി ഒരു ഭവനമില്ലാതെ അലയുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ഭവനത്തെ അങ്ങ് കാത്തുകൊള്ളണമേ. അങ്ങയുടെ മക്കളെ അങ്ങ് കാത്തുകൊള്ളണമേ. ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്ന അനേകം മക്കളുണ്ടല്ലോ. ഈശോയെ, സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഈ ദിവ്യരഹസ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നത് ഒരു സമ്പാദ്യമാണ്. അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്നത് കയറിക്കിടക്കുവാനുള്ള ഒരു ചെറിയ കുടുംബം, ഒരു വീട്. ഈശോയെ, ഇതുപോലെ ഭവനമില്ലാതെ ജോലിയില്ലാതെ കടബാധിത മൂലം കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പഠനം കഴിഞ്ഞിട്ടും ഒരു ജോലി കിട്ടാതെ അലയുന്ന അനേകം മക്കളുണ്ടല്ലോ. ഈശോയെ, അവരുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് ഒരു ജോലി ലഭിക്കണം. മാതാപിതാക്കൾക്ക് ആ ജോലി ലഭിച്ചു കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ലഭിക്കുന്ന സാലറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഈശോയെ, അതോടൊപ്പം തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അങ്ങയുടെ മുൻപിൽ ഒരു വലിയ സ്നേഹത്തോടെ അവർക്ക് അവരുടെ ശമ്പളത്തിൽ
കുടുംബത്തിൽ നിന്ന് ഒരു വിഹിതം സമർപ്പിക്കാനൊക്കെ ഈ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നല്ലൊരു ജോലി കൊടുത്ത് ഈ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അതോടൊപ്പം തന്നെ ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന അനേകം കുടുംബങ്ങളുണ്ട് ഈശോയെ. തൂണിലും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലും ഒക്കെ കഷ്ടപ്പെടുന്ന ജീവിക്കുന്ന അനേകം മക്കള്, ഒരുപക്ഷെ അവർക്ക് ഭവനമില്ലാതെ അതുപോലെ തന്നെ കടബാധ്യത മൂലം ഈശോ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഓൺലൈനിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ജോബി, ജ്യോതി, സിബി, ജോസ്, സിനി, സിബി, ആഗ്നൽ, ആൾട്ടോ, അമൻ, PJ തോമസ്, ജിസി, റിജിൻ, ടിനോജ്, ടിൻസി, ജിതു, ബേബി, നിഖിൽ, ശ്യാമള, പയസ്, ജോസിയ, ജോൺ, അനുരോധ്, രാജേഷ്, സോജൻ, കുഞ്ഞമ്മ, ഡിക്സൺ, ബേബി, അപ്പു, സിജി, എബിൻ, റീന, ഫെലിക്സ്, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ, കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയെ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് വലിയ സമ്പന്നനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. സ്വർഗത്തിലെ സമ്പത്തിൽ നിന്ന് ഒരംശമെങ്കിലും തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ മറ്റുള്ളവരുടെ മുൻപിൽ കരയാതെ ദൈവത്തിന്റെ മുൻപിൽ കരഞ്ഞപേക്ഷിക്കുന്നു. ഈശോയെ നിത്യപിതാവേ, ഞങ്ങളുടെയും പാരിന്റെയും പാപങ്ങൾ പരിഹാരം ചെയ്തിടുവാൻ അണയുന്നു നിൻ പ്രിയമക്കൾ. നിൻ പ്രിയസുതനും ഞങ്ങളുടെയും രക്ഷകനാകും ഈശോദൻ തിരുമേനിയും ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ
കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഞങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുന്നത് അങ്ങയുടെ വിശ്വസ്തതയുടെ വലിയൊരു പാഠമല്ലേ? 72 പേര് നന്ദിയോടെ മടങ്ങിയെത്തുകയാണ് അങ്ങയുടെ മുൻപിൽ. ഈ 72 പേരെ തന്നെയാ ഈശോയെ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് അഭിഷേകം ചെയ്ത് അയച്ചത് വചനം പ്രഘോഷിക്കുവാനായിട്ട്. അതോടൊപ്പം തന്നെ അനുതാപത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് നൽകുവാനായിട്ട്. ഈശോയെ, അങ്ങ് ഞങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുകയല്ലേ?
ഈശോ അങ്ങ് പറയുന്നുണ്ടല്ലോ, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വിളി അനുസരിച്ച്, അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ വലിയ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് അങ്ങ് വളരെ വ്യക്തമാക്കി കൊടുത്തില്ലേ, കരുണയുടെ ചിത്രം വണങ്ങുമ്പോൾ, അങ്ങയുടെ ഹൃദയത്തെ വണങ്ങുമ്പോൾ, ആരാധിക്കുമ്പോൾ ഇതാ 4 വാഗ്ദാനങ്ങൾ അങ്ങ് നൽകിയില്ലേ ഈശോയെ. ഒന്നാമതായിട്ട് നിത്യജീവൻ അങ്ങ് ഇതാ സമ്മാനമായി നൽകുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് നിത്യജീവൻ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിലെ 20-ാം തിരുവചനം പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് ശത്രുവിൻ്റെ മേൽ വിജയം ലഭിക്കുമെന്ന് ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. ശത്രുവിൻ്റെ മേൽ വിജയം നൽകുമെന്ന്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ കുറച്ചും കൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ 3-ാം തിരുവചനം പറയുന്നുണ്ട്, ചെന്നായുടെ ഇടയിലേക്ക് ഒരാടിൻ കുഞ്ഞെന്ന പോലെയാണ് ഞാൻ നിന്നെ അയക്കുക, എങ്കിലും നീ വിജയിക്കുമെന്ന് ഈശോ ഞങ്ങളെ പഠിപ്പിക്കുക. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടിലേക്കാണ് ഞങ്ങൾ കടന്നു പോകുന്നത്, രോഗപീഠയിലേക്കാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ ശത്രുവിൻ്റെ മുൻപിൽ ഞങ്ങൾ അടിപതറി പോകുന്നുണ്ട്. ഇന്നത്തെ ആരാധനയിൽ ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്, ശത്രുവിൻ്റെ മേൽ നിനക്ക് വിജയം നൽകുമെന്ന്. മൂന്നാമതായിട്ട് ഈശോ പറയുകയാണ്, ധാരാളം കൃപകൾ ഞാൻ നിനക്ക് നൽകും. എൻ്റെ ചിത്രത്തെ വണങ്ങിയാൽ, എൻ്റെ ഹൃദയത്തെ വണങ്ങിയാൽ, എന്നെ സ്നേഹിച്ചാൽ, മൂന്നാമതായിട്ട് ഈശോ പറയുകയാണ്, ധാരാളം കൃപകൾ, 1, 2 അല്ല, ധാരാളം കൃപകൾ ദൈവം നിനക്ക് തരുമെന്ന് ഈശോ പറയുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ 17-ാം തിരുവചനം പറയുന്നത്, പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ആ 72 പേരും വിചാരിച്ചത് എന്താ? ഞങ്ങൾ പോയി വചനം പ്രഘോഷിച്ചാൽ, ഞങ്ങൾ പോയി പറഞ്ഞാല് ആരും കേൾക്കുകയില്ല, പിശാച് ഞങ്ങളെ അനുസരിക്കുകയില്ല. എന്നാൽ അവര് തിരിച്ചറിയുകയാണ്, ധാരാളം കൃപകള് ഈ അഭിഷേകത്തിലൂടെ, ഈ അനുഗ്രഹത്തിലൂടെ ഈശോ നൽകിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്, പിശാച് പോലും ഇതാ ഞങ്ങളെ അനുസരിച്ചുവെന്ന്. സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിലപതിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് അവര് സാക്ഷ്യപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് കൃപകൾ ഉണ്ടാകുമ്പോൾ സാത്താന്റെ കോട്ടകൾ തകർന്നു പോകുന്നു, സാത്താന്റെ പ്രവൃത്തികൾ ഇല്ലാതാകുന്നു. ഞാൻ വളർത്തേണ്ടത് കൃപയുടെ ജീവിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അവസാനമായിട്ട് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവ് നമ്മളെയൊക്കെ, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഭദ്രമായി കാത്തുകൊള്ളുമെന്ന്. നമ്മെയും നമ്മുടെ കുടുംബത്തെയും കർത്താവ് ഭദ്രമായി കാത്തുകൊള്ളുമെന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ്. സങ്കീർത്തകൻ 91:3 പറയുന്നുണ്ട്, സിംഹത്തിന്റെയും അണലിയുടെയും മേൽ ചവിട്ടി നടന്നാലും ഒന്നും സംഭവിക്കുകയില്ല. അതേ വചനം തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ 19-ാം തിരുവചനം പറയുന്നത്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അധികാരം ഉപയോഗിച്ച്, ഈ അനുഗ്രഹം ഉപയോഗിച്ച് ഇതാ ഈശോയെ അങ്ങയുടെ മുൻപിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാ. ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ അധികാരം തന്നവനെ, ഈ വലിയ ശക്തി ഉപയോഗിച്ച് അങ്ങയുടെ സ്നേഹത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ഈശോ അങ്ങ് പറയുന്നുണ്ടല്ലോ, നമുക്കറിയാം ഈശോ നമ്മെ തെരഞ്ഞെടുത്തത് നമ്മുടെ കുറവുകൾ കണ്ടിട്ട് തന്നെയാ, നമ്മുടെ പോരായ്മകൾ കണ്ടിട്ട് തന്നെയാ. അതുകൊണ്ടാണ് പറയുന്നത്, God does not call the qualified one, but he qualifies the called one. ഈശോ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കൃപ നൽകുന്നുണ്ട്, ഈശോ നിനക്ക് കൃപകൾ നൽകി അനുഗ്രഹിക്കുന്നുണ്ടെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ ഈശോയെ ഈ മക്കളോട് ചേർന്നുകൊണ്ട് ഇതാ ഈശോയെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാ. ഈശോയെ
സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ, മറ്റൊന്നിലും ശ്രദ്ധ വെക്കാതെ അങ്ങയിൽ മാത്രം ക്ഷണം വെച്ചുകൊണ്ട് അങ്ങേ മാത്രം കണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരമുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ, യാചിച്ചാൽ ഞങ്ങൾക്ക് അനുഗ്രഹമുണ്ട്, മറുപടിയുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ഇതാ വിശുദ്ധ ഗണത്തോട് ചേർന്ന്, വൈദിക ഗണത്തോട് ചേർന്ന്, മാലാഖ വൃന്ദത്തോട് ചേർന്ന് ഇതാ സർവശക്തിയോടെ അങ്ങ് നൽകിയ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു, പാടി പ്രാർത്ഥിക്കുന്നു, കൈകൾ അടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്ക് ഉത്തരം നൽകും, അനുഗ്രഹം നൽകും, അഭിഷേകം നൽകും എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ ചേർന്ന് പാടി പ്രാർത്ഥിച്ച് കൈകളടിച്ച് സന്തോഷത്തോടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലു. ഒറ്റ വിളി യേശുവേ. സർവശക്തിയോടെ ഈശോയെ വിളിച്ചപേക്ഷിച്ച് ഇതാ അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന നിമിഷം, അവനിതാ നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷം, ദിവ്യകാരുണ്യനാഥൻ തന്റെ സിംഹാസനത്തിൽ നിന്ന് കൃപയുടെ ഇതാ വലിയ നിമിഷങ്ങളെ നമുക്ക് സമ്മാനിക്കുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. ശക്തിയോടെ പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യനാഥനെ സ്നേഹിക്കുവാൻ, ദിവ്യകാരുണ്യനാഥനിലേക്ക് തിരിച്ചു വരുവാൻ അനേക മക്കൾക്ക് ഈ ആരാധനയിലൂടെ സൗഖ്യം നൽകുന്നുണ്ട്. 72 ശിഷ്യന്മാരെ ഈശോ വർദ്ധിച്ചതുപോലെ ഇതാ നിങ്ങളെ പറഞ്ഞയക്കുന്നു. ദിവ്യകാരുണ്യ ഭക്തിയെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, ഈശോയുടെ സ്നേഹത്തെ കുറിച്ച്, ജീവിക്കുന്ന ഹൃദയത്തെ കുറിച്ച് പറയുവാൻ ഇതാ 72 മക്കളെ അവിടുന്ന് സജ്ജമാക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈശോയെ, സ്വർഗ്ഗം തുറക്കപ്പെട്ടിരിക്കുകയല്ലോ. ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഭയത്തിന്റെ ആത്മാവേ, ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുക, ഇറങ്ങിപ്പോകുക. ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് അയക്കുക. ആത്മാവിനാൽ നിറയപ്പെടട്ടെ. ധൈര്യത്തിന്റെ ആത്മാവേ, പാടി പ്രാർത്ഥിക്കുന്നു ശക്തിയോടെ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, കൈകളടിച്ച് ദൈവത്തിനാത്മാവേ, ആരാധനയുടെ അവസാന നിമിഷങ്ങളിൽ പരിശുദ്ധമയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹം നിറയണമേ. ഞങ്ങളിൽ വന്നു പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു. ഒറ്റ വിളി ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ രൂപിയേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സുവിശേഷം വായിക്കുവാൻ,
സുവിശേഷത്തിലേക്ക് തിരിച്ചു വരുവാൻ അനേക മക്കളെ ഈശോ ഇതാ ക്ഷണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഈശോ ദാ വചനത്തിലൂടെ ഓർപ്പിക്കുന്നു, നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ. ആത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിനാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദാഹത്തോടെ ഇന്ന് പാടി പ്രാർത്ഥിച്ചു. ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യനാഥ, ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങ് തെരഞ്ഞെടുത്തത് ഞങ്ങളുടെ എളിയ ജീവിതത്തെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത്, അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് വിശ്വസ്തനായിരിക്കുന്നത് പോലെ ഞങ്ങളും അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും അങ്ങയോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് സ്വർഗത്തിന് അഭിമുഖമായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, യേശുനാമത്തിന്റെ ശക്തിയാൽ സംഭവിക്കട്ടെ. തലമുറകൾ ആശീർവാദം സ്വീകരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ പൂർവികർക്ക് വലിയ സ്നേഹം നൽകിക്കൊണ്ട് ഇതാ അനേകം ആത്മാക്കള് നമ്മുടെ പ്രാർത്ഥനയ്ക്കായി കേഴുന്നുണ്ട്. ഈ മക്കൾക്കൊക്കെ ഈശോയെ, ഞങ്ങളുടെ പൂർവികർക്ക് ഈ നിമിഷം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളുടെ പൂർവികർ പ്രാർത്ഥിക്കട്ടെ. സ്വർഗത്തിന് അവകാശികളാക്കണമേ. ഇതാ മരിച്ചുപോയ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാ മക്കളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്നവരെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഇതാ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ ആത്മാക്കളും ദൈവത്തിൽ എത്തിച്ചേരുവാൻ, സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ, ആ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോ ഓർപ്പിക്കുന്നുണ്ട്. ശക്തിയോടെ ഇന്ന് പ്രാർത്ഥിച്ചേ. ജോലി നഷ്ടപ്പെട്ട മക്കള് ഈശോ പറയുകയാണ്, ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഈശോ നിന്റെ ആവശ്യങ്ങൾ അറിയും. ഈശോ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുടെ സമാപന നിമിഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയെ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഈ മക്കളെ നീ സ്പർശിക്കണമേ. ഈ മക്കളെ വിശുദ്ധീകരിക്കണമേ. ഈ മക്കളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.